ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. വെളിപാട് ഗ്രന്ഥം 5-ാം അധ്യായമാണ് നാം ഇപ്പോൾ പഠനത്തിനും ധ്യാനത്തിനും വിഷയമാക്കുന്നത്. അഞ്ചാം അധ്യായം 9-ാമത്തെ വാക്യം. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. ചുരുളെടുക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. എന്തെന്നാൽ നീ വധിക്കപ്പെടുകയും നിൻ്റെ രക്തം കൊണ്ട് ഓരോ ഗോത്രത്തിലും ഭാഷയിലും ജനത്തിലും ജനതയിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് രാജ്യവും പുരോഹിതരുമാക്കി. അവർ ഭൂമിയിൽ ഭരണം നടത്തും. കഴിഞ്ഞ ക്ലാസ്സിൽ കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട് എന്ന ആ ഒരു മനോഹര ചിത്രത്തിൻ്റെ അർത്ഥം എന്തെന്ന് കാണുകയായിരുന്നു. കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ചിത്രം ഒരുമിച്ച് ഈ ഒരു പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുന്നത് നാം കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ചരിത്രത്തിന് അർത്ഥം നൽകുന്നത് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് എന്ന് ആദിമ സഭയുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ മുന്നിലുള്ള മാർഗവും ഇത് തന്നെയാണ് എന്നുകൂടി അവരെ ഓർമ്മപ്പെടുത്തുന്നു. തങ്ങളുടെ ജീവിതത്തിൽ സഹനമില്ലാതെ സഹനത്തിലൂടെ കടന്നു പോകാതെ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേരുവാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. അപ്പോൾ ഈ കുഞ്ഞാടിനെ അവതരിപ്പിച്ച ശേഷം ആ കുഞ്ഞാടിന് ഉള്ള ആരാധനാ സ്തുതി ഗീതങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം കണ്ടത്. 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം തുടങ്ങുന്നു: അവർ ഒരു നവ്യഗാനം ആലപിച്ചു. അപ്പോൾ കുഞ്ഞാടിന് ഒരു നവ്യഗാനം ആലപിക്കുന്നു. അപ്പോൾ നവ്യഗാനം ആലപിക്കുന്നത് നമ്മൾ പഴയ നിയമത്തിൽ ദൈവം ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിയുടെയും തുടർച്ചയായിട്ട് നവ്യഗാനം ആലപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കർത്താവ് ഒരു പുതിയ മാർഗത്തിലൂടെ തൻ്റെ ജനത്തെ രക്ഷിക്കുമ്പോൾ ഒരു പുതിയ ഗീതം ആലപിക്കുന്നു. സങ്കീർത്തനം 33-3 വാക്യം: കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഉച്ചത്തിൽ ആർപ്പ് വിളികളോടെ വിദഗ്ധമായി തന്ത്രിമീട്ടുവിൻ. അപ്പോൾ പുതിയ ഗീതം ആലപിക്കുക, അത് ദൈവം തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ നന്മ പ്രവൃത്തിയെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന് പ്രതിനന്ദിയായിട്ട് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നതാണ് നാം ഇവിടെ കാണുക. ഇപ്പോൾ ഇസ്രായേൽ ജനം ഇതുപോലെ ദൈവത്തെ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പുറപ്പാടിന് ശേഷം മോശയുടെ മനോഹരമായിട്ടുള്ള ഗീതമുണ്ട്. പുറപ്പാട് 15-ാം അധ്യായത്തിൽ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗീതമാണ് ഇത് എന്ന് നമുക്കറിയാം. കാരണം ഇവിടെ രക്ഷ കൊണ്ടുവരുന്നത് ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിൽ സംജാതമായിട്ടുള്ള ആ രക്ഷയുടെ ആഘോഷം തന്നെയാണ് നാം ഇവിടെ കാണുക. ഇപ്പോൾ ക്രിസ്തുവാകുന്ന കുഞ്ഞാട് തൻ്റെ രക്തം ചിന്തിക്കൊണ്ട് എല്ലാ ജനതകളെയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 45-ാം വാക്യം, അല്ലെങ്കിൽ 1 കൊറിന്തോസ് 6:20, 1 തിമോത്തിയോസ് 2:6 ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് രക്തം ചിന്തിക്കൊണ്ട് യേശു തൻ്റെ ജനത്തെ രക്ഷിക്കുന്ന കാര്യം. അപ്പോൾ ഇവിടെ കുഞ്ഞാടിന് ഇവിടെ സ്തോത്രം ആലപിക്കുമ്പോൾ നാം ഇവിടെ ഒരു കാര്യം കൂടി നമ്മളിവിടെ കാണുന്നു. ഇപ്പോൾ മനുഷ്യ ചരിത്രത്തിൽ ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെ ആഘോഷം തന്നെയാണ് ഈ നവ്യഗാനം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊക്കെ പറയുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ക്രിസ്തുവാകുന്ന കുഞ്ഞാട് രക്തം ചിന്തിക്കൊണ്ട് എല്ലാ ജനതകളെയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെയൊക്കെ മോചിപ്പിക്കുന്നു. ഇനി ഇവിടെ നേരത്തെ ദൈവത്തിന് കൊടുത്ത അതേ ആരാധന തന്നെയാണ് കുഞ്ഞാടിന് കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തെയും കുഞ്ഞാടിനെയും ഒരേ തട്ടിൽ തന്നെ നിർത്തുന്നു.
ഒരേ തലത്തിൽ തന്നെ കാണുന്നു. അപ്പോൾ ദൈവത്തോടൊപ്പം കുഞ്ഞാടിനെയും യേശുവിനെയും ദൈവമായിട്ട് ഇവിടെ കാണുന്നത് നാം ശ്രദ്ധിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ രക്ഷാകര രഹസ്യം അത് പൂർത്തിയാക്കുവാനായിട്ട് യോഗ്യനാണ് കുഞ്ഞാട് എന്ന് നാം ഇവിടെ കാണുന്നു. ഇനി അതിന് മുദ്ര തുറക്കാൻ യോഗ്യനാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം തുടർന്ന് പറയുന്നുണ്ട്. എന്തെന്നാൽ നീ വധിക്കപ്പെടുകയും നിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ വധിക്കപ്പെടുന്നു. അപ്പോൾ വധിക്കപ്പെടുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യേശുവിൻ്റെ കുരിശുമരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച അതേ ഒരു പ്രയോഗം തന്നെയാണ് ഇവിടെയുള്ളത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്വാറ്റ്സോ എന്ന് പറയുന്ന ആ ഗ്രീക്ക് ക്രിയാപദം അത് പെസഹ കുഞ്ഞാടിനെയും മറ്റ് ബലിമൃഗങ്ങളെയെല്ലാം വധിക്കുന്നത് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ യേശുവും ഒരു പെസഹ കുഞ്ഞാട് പോലെ വധിക്കപ്പെട്ടു എന്നാണ് ഈ പ്രയോഗം കൊണ്ട് യോഹന്നാൻ ഇവിടെ അർത്ഥമാക്കുക. അപ്പോൾ ബലിമൃഗത്തെ പോലെ വധിക്കപ്പെട്ട യേശു മരണം വഴി മാനവകുലത്തെ രക്ഷയിലേക്ക് നയിക്കുന്നു. അപ്പോൾ രക്തം കൊണ്ടാണ് യേശു തൻ്റെ ജനത്തെ വിലയ്ക്ക് വാങ്ങുന്നത്, അപ്പോൾ വീണ്ടെടുക്കുന്നത്. അപ്പോൾ വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് സമാനമാണ്. അപ്പോൾ രക്തം കൊണ്ട് വീണ്ടെടുക്കുക. അപ്പോൾ പാപത്തിൽ നിന്നും അവിടുന്ന് ഈ തൻ്റെ ജനത്തെ ദൈവജനത്തെ എല്ലാം വീണ്ടെടുക്കുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ രക്തം ചിന്തിക്കൊണ്ട് അവിടുന്ന് വീണ്ടെടുക്കുന്നു. തുടർന്ന് അവരെ അവിടുന്ന് തൻ്റെ ഉയർപ്പിൽ പങ്കുകാരാക്കുകയും ചെയ്യുന്നു. അപ്പോൾ രക്തം കൊണ്ട് വീണ്ടെടുത്ത് ഉയർപ്പിൽ ചേർക്കുന്നതിൻ്റെ മനോഹരങ്ങളായിട്ടുള്ള ചില ദൃശ്യങ്ങൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് 7-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം, വെളിപാട് 7-ാം അധ്യായം 14-ാമത്തെ വാക്യം വളരെ മനോഹരമായിട്ട് ഇത് അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ വായിക്കാം. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ ഇവർ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരമായിട്ട് പറയുന്നു, ഇവരാണ് വലിയ ക്ലേശത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ കഴുകി വെളുപ്പിച്ചവർ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ കഴുകി വെളുപ്പിച്ചവർ. രക്തത്തിൽ കഴുകിയാൽ എങ്ങനെയാണ് വെളുക്കുന്നത്? ഇവിടെ അർത്ഥം വളരെ വ്യക്തമാണ്. യേശുവിൻ്റെ രക്തത്തിൽ അവരുടെ പാപക്കറകളൊക്കെ കഴുകി അവർ ഉയർപ്പിൻ്റെ മഹിമയിൽ മഹത്വത്തിൽ പങ്കുചേരുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 12-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, അവർ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വിജയം നേടി. അപ്പോൾ തിന്മകളുടെ ശക്തികളെയെല്ലാം മനുഷ്യർ ദൈവജനം പരാജയപ്പെടുന്നത് യേശുവിൻ്റെ രക്തത്താലാണ് എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ രക്തം യേശു ജീവൻ നൽകുന്നതും തുടർന്ന് അവിടുന്ന് ജീവൻ നൽകുന്നതും സൂചിപ്പിക്കുന്നു. അപ്പോൾ വിശ്വാസികൾക്കുള്ള ക്ഷണവും ഇവിടെ അതുതന്നെയാണ്. യേശു രക്തം ചിന്തിക്കൊണ്ട് ജീവൻ പ്രദാനം ചെയ്തതുപോലെ സഹനത്തിലൂടെ ആ ജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഒരു ക്ഷണവും കൂടിയാണ് നാം ഇവിടെ കാണുക. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്കൊന്ന് കാണാം. ഇനി അവിടുന്ന് ഓരോ ഗോത്രത്തിലും ഭാഷയിലും ജനത്തിലും ജനതയിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി, അതായത് അടിമകൾ ആയിരുന്നവരെ അവിടുന്ന് തൻ്റെ സ്വന്തമാക്കി മാറ്റി എന്നാണ് അർത്ഥമാക്കുക. എന്നിട്ട് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ അവരെ നമ്മുടെ ദൈവത്തിന് രാജ്യവും പുരോഹിതരുമാക്കി അവർ ഭൂമിയിൽ ഭരണം നടത്തും. POC പഴയ പരിഭാഷയിൽ അവർ ഭരണം നടത്തുമെന്നതിന് ചിലയിടത്ത് അവൻ ഭരണം നടത്തുമെന്നാണ്, പക്ഷേ ശരിക്കുമുള്ളത് അവർ ഭരണം നടത്തും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ രാജ്യവും പുരോഹിതരുമാക്കി, നമുക്കറിയാം പെസഹ കുഞ്ഞാടിൻ്റെ രക്തം ചിന്തിക്കൊണ്ട് യാഹ്വേ ഇസ്രായേൽ ജനത്തെ തൻ്റെ സ്വന്തമാക്കി അവരെ വീണ്ടെടുത്തു. എന്നിട്ട് സീനായി മലയിലെ ഉടമ്പടി വഴിയായിട്ട് അവരെ ദൈവത്തിൻ്റെ പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമാക്കി എന്ന് നാം പുറപ്പാട് 19-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവരെ പുരോഹിത രാജ്യമാക്കി മാറ്റി. ഇനി ഇവിടെ വെളിപാടിൽ ഈ പുരോഹിത രാജ്യം എന്നത് അത് പുരോഹിതരും രാജ്യവുമാക്കി മാറ്റി എന്ന് നമ്മോട് കാണുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അവിടുന്ന് അവരെ രാജ്യമാക്കി മാറ്റി. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യമാക്കുക എന്ന് പറയുമ്പോൾ ദൈവം ഭരണം നടത്തുന്ന ഇടമാക്കി മാറ്റി.
അപ്പോൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ ഹൃദയത്തിൽ ഭരണം നടത്തുന്നത് ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായിട്ടുള്ള രാജ്യം തന്നെയാണ് അവർ എന്ന് അർത്ഥമാക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ തൻ്റെ മഹത്വത്തിൽ പങ്കുചേരുന്ന ആ ദൈവജനം, അവിടുത്തെ ഉടമ്പടിയുടെ ഭാഗമാകുന്ന ആ ദൈവജനം അവിടുത്തെ രാജ്യത്തിൽ പങ്കുചേരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പൗരോഹിത്യത്തിലും പങ്കുചേരുന്നു എന്ന് പറയാം. പൗരോഹിത്യത്തിൽ പങ്കുചേരുക, പുരോഹിതരാകുക എന്ന് പറയുമ്പോൾ അവർ യേശുവിന്, ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നവർ തീരുന്നു. അതുപോലെ തന്നെ മാധ്യസ്ഥം വഹിക്കുന്നവരുമായി തീർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവരെ രാജ്യവും പുരോഹിതരും ആക്കി മാറ്റി. ഇനി അവസാനം പറയുന്ന ഭാഗം, അവർ ഭൂമിയിൽ ഭരണം നടത്തും. അവർ ഭൂമിയിൽ ഭരണം നടത്തും. അത് വെളിപാടിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ആശയം തന്നെയാണ്. ദൈവജനം അവർ ഭൂമിയിൽ ഭരണം നടത്തും. നമ്മൾ 3-ാം അധ്യായത്തിൽ, വെളിപാട് 3-ാം അധ്യായത്തിൽ ലവോദിക്കയിലെ സഭയ്ക്കുള്ള കത്തിൽ അവസാനം അവർ കൊടുക്കുന്ന വാഗ്ദാനവും ഇതിന് സമാനമാണ്. 21, വെളിപാട് 3-ാം അധ്യായം 21-ാമത്തെ വാക്യം, അവസാനത്തെ ഭാഗം, ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. അപ്പോൾ വിജയം വരിക്കുന്നവരെ യേശുവിനോടൊപ്പം അവിടുത്തെ സിംഹാസനത്തിൽ ഇരുത്തും എന്നുള്ള വാഗ്ദാനം നാം അവിടെ കാണുന്നുണ്ട്. ഇനി അതിന് തുടർച്ചയായിട്ട് പറയുന്നു, അവർ ഭൂമിയിൽ ഭരണം നടത്തും എന്ന് വെച്ചാൽ അവർ യേശുവിനോടൊപ്പം ഭരിക്കും. അതായത് അവർ ദൈവിക പ്രവൃത്തിയിൽ പങ്കുചേരുന്നത് വേണമെങ്കിൽ ഇത് പറയുവാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പ്രഖ്യാപനത്തിന് അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. വെളിപാടിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിന് ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. മൃഗം, അതായത് ചക്രവർത്തി, മരണം വിതച്ച് രാജ്യം കൈയടക്കുമ്പോൾ കുഞ്ഞാട് എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവർക്കായി മരണം വരിച്ച് വിജയിക്കുന്നു. ഇനി അതുപോലെ തന്നെ മൃഗം, അതായത് അന്നത്തെ ഭരണാധികാരികളെ, ചക്രവർത്തിയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ജനതകളുടെ മേൽ അധികാരം പ്രയോഗിക്കുമ്പോൾ, അവരെ അടിമകളായി വിൽക്കുമ്പോൾ കുഞ്ഞാട് എന്താ ചെയ്യുന്നത്? അവരെ രക്ഷിക്കുന്നു, അവരെ വിലയ്ക്ക് വാങ്ങുന്നു, അവരെ തൻ്റെ ഭരണത്തിൽ പങ്കുകാരാക്കുന്നു. ഇപ്പോൾ വെളിപാടിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ആ റോമൻ ചക്രവർത്തിയുടെ ഭരണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. തങ്ങൾ ദൈവത്തോടൊത്തായിരിക്കുമ്പോൾ ദൈവം തങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് തൻ്റെ ഭരണത്തിൽ പങ്കാളിത്തം തന്നെയാണ് എന്നുള്ള മനോഹരമായിട്ടുള്ള കാര്യം. നാം അത് 22-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ വീണ്ടും അത് കാണും. അവർ അവനോടൊത്ത് വാഴും എന്ന് പറയുന്ന വാക്യം, അത് പിന്നീട് നമുക്ക് കൂടുതൽ വിശദമായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് 11-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. പിന്നെ ഞാൻ കണ്ടു, സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരുടെ സ്വരം ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1,000-ങ്ങളുടെ 1,000-ങ്ങളുമായിരുന്നു. അപ്പോൾ അനേക ദൂതന്മാർ വീണ്ടും കീർത്തനങ്ങൾ ആലപിക്കുന്നത് ഇവിടെ കാണുന്നു. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1,000-ങ്ങളുടെ 1,000-ങ്ങളും, അത് ഒരു ഈ ഹെബ്രായ രീതിയിൽ, സെമിറ്റിക് രീതിയിലുള്ള ഒരു ശൈലിയാണ്. അതായത് ആദ്യം വലിയൊരു സംഖ്യ പറയും, പിന്നീട് ചെറിയ ഒരു സംഖ്യ പറയും. ഇനി അവരുടെ കീർത്തനത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ 12-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കാം. ഉച്ചസ്വരത്തിൽ അവർ പറയുന്നു, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ 7 വിശേഷണങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ ഇതിന് സമാനമായിട്ട് ഉള്ള ഭാഗം നമ്മൾ 1 ദിനവൃത്താന്തം 29-ാമത്തെ അധ്യായത്തിൽ 11, 13 വാക്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. ഞാൻ വായിക്കാം. കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു.
ആകാശത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം അങ്ങയുടേത്. കർത്താവെ, രാജ്യം അങ്ങയുടേത്. അങ്ങ് എല്ലാറ്റിൻ്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു. എല്ലാവരെയും ശക്തരും ഉന്നതരും ആക്കുന്നത് അങ്ങാണ്. ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പഴയ നിയമത്തിൽ യാഹ്വേക്ക് കൊടുക്കുന്ന വിശേഷണങ്ങൾ തന്നെയാണ് ഇവിടെ കുഞ്ഞാടിനും കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ വിശേഷണങ്ങൾ, ദൈവത്തിനുള്ള വിശേഷണങ്ങൾ ഇവിടെ കുഞ്ഞാടിനും കൊടുക്കുന്നത് നാം കാണുന്നു. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ആ വിശേഷണങ്ങളുടെ സാങ്കത്യം എന്താണ്? അപ്പോൾ ശക്തി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അപരിമേയമായിട്ടുള്ള ശക്തി തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി തൻ്റെ ജനത്തിന് സമൃദ്ധിയായിട്ട് നൽകാനുള്ളവ അവിടുത്തെ പക്കലുണ്ട്. അതുപോലെ തന്നെ ചരിത്രം മുന്നോട്ട് നയിക്കുന്ന അറിവും പദ്ധതികളും എല്ലാം അവിടുത്തേതാണ്. ഇനി പ്രതിബന്ധങ്ങളെയെല്ലാം നിർവീര്യമാക്കുന്ന, തിന്മയെ ഇല്ലായ്മ ചെയ്യുന്ന ബലവും ശക്തിയുമെല്ലാം അതും ക്രിസ്തുവിന് സ്വന്തമാണ്. പിന്നെ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ അത് ദൈവജനം ദൈവത്തിന് നൽകുന്നതാണ്, ഈ ബഹുമാനവും മഹത്വവും സ്തുതിയുമെല്ലാം. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ആ കാര്യങ്ങൾ, ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഓരോ വിശേഷണങ്ങൾ ഇവിടെ ക്രിസ്തുവിനും കൊടുത്ത് ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനെയും ആ ദൈവത്തിൻ്റെ അതേ തലത്തിൽ തന്നെ നിർത്തുന്നത് നാം കാണുന്നു. ഇനി 13-ാമത്തെ വാക്യം, ഓരോ സൃഷ്ടിയും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലും ഉള്ളവയെല്ലാം പറയുന്നത് ഞാൻ കേട്ടു. സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ശക്തിയും. അപ്പോൾ സർവപ്രപഞ്ചവും ഒന്നു ചേർന്ന് ദൈവത്തിനും ക്രിസ്തുവിനും സ്തുതികൾ അർപ്പിക്കുന്നത് ഈ 5-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നു. അപ്പോൾ 4-5 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ദർശന ഭാഗത്തിൻ്റെ ദൈവശാസ്ത്ര അടിസ്ഥാനമാണ് എന്ന് നാം കണ്ടു. 4-ാമത്തെ അധ്യായത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്നു, അതുപോലെ തന്നെ 5-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇവർ ഇരുവർക്കുമുള്ള ആരാധനയാണ് നാം അവസാനം കാണുന്നത്. ഇപ്പോൾ സൃഷ്ടികർമ്മത്തിൻ്റെ പേരിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ രക്ഷണീയ കർമ്മം പൂർത്തിയാക്കിയ ക്രിസ്തുവിന് ദൈവജനം ആരാധന നൽകുന്നു. ഇപ്പോൾ ദൈവവും യേശു ക്രിസ്തുവും മനുഷ്യകുലത്തെ രക്ഷയിലേക്ക് നയിക്കുന്നുവെന്ന പ്രഖ്യാപനവും ആനന്ദപൂർവ്വം സർവപ്രപഞ്ചവും സ്തുതികൾ അർപ്പിക്കുന്നതും നാം ഇവിടെ കാണുന്നു. ഇപ്പോൾ 5-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ 4 ജീവികളുമെല്ലാം അവിടുത്തെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ആ പ്രാർത്ഥന അർത്ഥമാക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഈ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാകട്ടെ എന്നാണ്. ഇനി 4-5 അധ്യായങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറയാം. ചരിത്രത്തിൻ്റെ അർത്ഥം നൽകുന്നത് യേശുക്രിസ്തുവാണ്. അപ്പോൾ ആ യേശുക്രിസ്തു ചരിത്രത്തിന് അർത്ഥം നൽകുമ്പോൾ ഈ ചരിത്രത്തെ എപ്രകാരം കാണണം എന്നുള്ള ചില അടിസ്ഥാന കാര്യങ്ങളാണ്, സമീപനങ്ങളാണ് ഈ 4-5 അധ്യായത്തിൽ കൊടുക്കുന്നത്. ഒന്നാമത്തേത്, ദൈവമാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്, അവിടുന്നാണ് ഭരിക്കുന്നവൻ. ഭൂമിയിൽ സംഭവിക്കുന്ന എല്ലാം അവിടുത്തെ അറിവോടുകൂടി തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നാം വേറെ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നിവിടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൽ ചക്രവർത്തിയൊന്നും ദൈവജനം ഭയപ്പെടേണ്ടതില്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്, ഇനി നമ്മുടെ ജീവിതത്തിന്, ചരിത്രത്തിന് അർത്ഥം നൽകുന്നത് ക്രിസ്തുവാണ്. അത് കുരിശുമരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ ഈ സഹനത്തിലൂടെ കടന്നു പോകാതെ, ഈ സഹനത്തെ പുൽകാതെ നമുക്കും ദൈവിക മഹത്വത്തിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ദൈവം ആരംഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഈ സൃഷ്ടി, അത് അതിൻ്റെ സായുജ്യത്തിൽ എത്തിച്ചേരുന്നത്, ആ സൃഷ്ടാവിൽ എത്തിച്ചേരുന്നത് ക്രിസ്തുവിൻ്റെ ഈ പാത പിഞ്ചെന്നുകൊണ്ടാണ് എന്ന് വീണ്ടും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ സിംഹാസനസ്ഥനായ ദൈവത്തിൻ്റെയും കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടിൻ്റെയും തിന്മയുടെ ശക്തികളുടെ മേലുള്ള വിജയമാണ് വെളിപാടിലെ ദർശനങ്ങൾ വരച്ചു കാട്ടുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ
മുന്നിലുള്ളത് എന്താണ്? പ്രത്യാശ നിറഞ്ഞ ഒരു ഭാവി തന്നെയാണ്. സഹനങ്ങളും പീഡകളും എല്ലാം നമ്മുടെ മുന്നിൽ ധാരാളമുണ്ടെങ്കിലും തിന്മയുടെ ശക്തികൾ ആക്രോശിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റും വരുന്നുണ്ടെങ്കിലും നാം ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അതിനെയെല്ലാം പരാജയപ്പെടുത്തുന്ന ഒരുവനുണ്ട്. അത് ശക്തികളെല്ലാം പരാജയപ്പെടുത്തി ഉദ്ധാരത്തിൻ്റെ മഹത്വത്തിൽ നാമും പങ്കുചേരും എന്നുള്ള കാര്യം യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇനി ദർശനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അപ്പോൾ അടുത്ത ഘട്ടം അത് ആരംഭിക്കുന്നത് 6-ാം അധ്യായത്തിലാണ്. അപ്പോൾ 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് നാം ഇതുവരെ കണ്ടത്. സിംഹാസനസ്ഥനായ ദൈവം, കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. അപ്പോൾ ഈ രണ്ട് അടിസ്ഥാന തത്വങ്ങളെ ആസ്പദമാക്കിയിട്ട് പിന്നീട് ചരിത്രത്തെ അവതരിപ്പിക്കുവാനായിട്ട് ഈ 6-ാം അധ്യായം മുതൽ യോഹന്നാൻ ശ്രമിക്കുന്നത് നാം കാണുന്നു. ഇനി ഇവിടെ 6-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാം. അനന്തരം ഞാൻ കണ്ടു, കുഞ്ഞാട് ആ 7 മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ 4 ജീവികളിൽ ഒന്ന് ഇടിനാദം പോലുള്ള സ്വരത്തിൽ പറയുന്നത് കേട്ടു, വരിക. ഇപ്പോൾ ഇവിടെ ചരിത്രത്തിൻ്റെ ഒരു അവതരണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യം 4 കുതിരകൾ കടന്നു വരുന്നത് ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു പ്രതീകങ്ങളിലൂടെ ഒക്കെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ 6-ഉം 7-ഉം അധ്യായങ്ങൾ 6-ഉം 7-ഉം അധ്യായങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ 7 മുദ്രകളാണ് ആദ്യം നമ്മൾ കാണുന്നത്. അപ്പോൾ 7 മുദ്രകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അടച്ചു വച്ചിരിക്കുന്ന എന്തോ ഒന്ന് നമുക്ക് ദൃശ്യമാക്കി തരുന്നു. അപ്പോൾ നമുക്ക് അജ്ഞാതമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കി തരുന്നു. ഇപ്പോൾ മാനുഷിക നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുക. ഇവിടെ സർവപ്രപഞ്ചവും ദൈവത്തിൽ നിന്നാണെന്ന് ഉൽപ്പത്തി പുസ്തകം പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഭവവികാസങ്ങളും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് നടക്കുന്നത് എന്ന് വെളിപാട് ഗ്രന്ഥം പറയുന്നു. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു. ഇനി ഈ സംഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ അറിവോടുകൂടി മാത്രമാണ് എന്നാണ് ഇവിടെ പറയുക. നമ്മൾ ഈ 6-ാം അധ്യായത്തിലെ ആദ്യ ഭാഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് പറയാം. അതിനുള്ള സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ കണ്ടു എന്ന് പറഞ്ഞുള്ള ആ ഒരു പ്രഖ്യാപനത്തോടെയാണ് യോഹന്നാൻ ഈ ദർശന വിവരണത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടു, അപ്പോൾ യോഹന്നാന് ലഭിക്കുന്ന ഒരു ദർശനം അത് ഈ ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ 4 ജീവികളിലൂടെയാണ് ആദ്യത്തെ ഭാഗം അവതരിപ്പിക്കുക. 4 കുതിരകൾ. അപ്പോൾ 4 മുദ്രകൾ തുറക്കുമ്പോൾ 4 വ്യത്യസ്ത കുതിരകൾ കടന്നു വരുന്നത് നമ്മൾ കാണുന്നു. അത് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലും അതുപോലെ തന്നെ 6-ാമത്തെ അധ്യായത്തിലുമൊക്കെ കൊടുത്തിരിക്കുന്ന കുതിരകളുമായിട്ട് സാമ്യമുള്ള ചിത്രം തന്നെയാണ്. അപ്പോൾ അവിടെ 4 കുതിരകൾ വരുന്നു. ഇവിടെയും ആ 4 കുതിരകൾ ഉണ്ട്. ഇനി ഈ കുതിരകളുടെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വ്യാഖ്യാതാക്കളിൽ ബഹുഭൂരിപക്ഷവും ഈ 4 കുതിരകളെയും തിന്മയുടെ പ്രതീകങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ 4 കുതിരകളും തിന്മയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവർ അഭിപ്രായപ്പെടുന്നു. പക്ഷേ വെളിപാടിലെ ദൈവശാസ്ത്രം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ശരിയല്ല എന്ന് നാം കാണുന്നു. കാരണം ഇതിൽ ആദ്യത്തെ ആ കുതിര, വെളുത്ത കുതിര, അത് തിന്മയെ പ്രതിനിധാനം ചെയ്യുന്നതല്ല, അത് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ചിത്രം തന്നെയാണ്. ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഇല്ല എങ്കിൽ തുടർന്ന് വരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ വളരെ തെറ്റായിട്ട് മാത്രമേ വ്യാഖ്യാനിക്കുകയുള്ളൂ. അപ്പോൾ ഈ വെളുത്ത കുതിരയുടെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ആ വെളുത്ത കുതിര ആരെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ തുടർന്നു വരുന്ന ആ വിവരണങ്ങളുടെ സാങ്കത്യവും
അതിൻ്റെ പ്രാധാന്യമൊക്കെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ് വരെ നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. ഏവർക്കും വണക്കം.